ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉണ്ടംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. ചില സ്ഥലത്ത് ബോണ്ടാന്നും പഴക്കേക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് നമ്മൾ പഴവും ഗോതമ്പ് മാവൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ഏലക്കായുടെ കുരു കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു വിസ്കോ സ്പൂണോ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കണക്ക് അത്ര കട്ടിയൊന്നും ആവണ്ട, ഒരു ലൂസ് ടെക്സ്ചറിൽ വേണം കിട്ടാൻ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ആ ഒരു ലൂസ് ടെക്സ്ചർ കിട്ടിയത്. അപ്പോൾ നമുക്കിത് ഇതേപോലെ ഈ ഒരു ടെക്സ്ചറിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ കൈ ഒന്ന് നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്തിട്ട് മാവ് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത മാവ് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുമ്പോഴും നമ്മൾ കൈ നനച്ചു കൊടുത്തിട്ട് എടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ നനച്ചു കൊടുക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഫ്ലെയിം നല്ല ഹൈയിലിട്ടിട്ട് നമ്മൾ പൊരിക്കുന്നതിന് മുമ്പ് ലോയിലിട്ടിട്ട് വേണം നമ്മൾ മാവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ത്രൂ ഔട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളിത് അകത്ത് നല്ല വെന്ത് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും, പുറത്ത് നല്ല ഡാർക്ക് ബ്രൗൺ കളറും ആവും. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഉണ്ടംപൊരിയുടെ റെസിപ്പി. ഭയങ്കര സിമ്പിളാണ്. വീട്ടിലുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു നാടൻ പലഹാരമാണ്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.